ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാത്തൂൻസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിഷാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആട്ടപ്പൊടി കൊണ്ട് എങ്ങനെ പഫ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചതാണിത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി, ഒരു 2 ഉള്ളി വലിയ സവാള ഉണ്ട്, അത് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഒരു 5 മുട്ട, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മല്ലിയില അരിഞ്ഞ് വെച്ചത്, പിന്നെ ഓയിൽ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. മുട്ട പപ്സൊക്കെ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എണ്ണ എല്ലാം ചൂടായി വന്നത്. അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളർ ആകണം, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു അല്പം സോയാ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, എല്ലാവരും മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഒഴിച്ചാൽ വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഇതൊന്ന് പരത്തിയെടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, ഒന്ന് ജസ്റ്റ് പരന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് പരത്തി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ നടുവിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കൊരു മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡൊന്നും ഇവിടെ കറക്റ്റായി കിട്ടാൻ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കിത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് മടക്കാം. ഇതുപോലെ നമുക്ക് മറ്റേതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ അത് വേവിക്കുന്നത്. അതിൽ പുറം ഭാഗം എളുപ്പം ഉണ്ടാവും, കരിഞ്ഞു പോകും.
ഒരു വശം നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ സൈഡും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുരിഞ്ഞ് നമുക്കിങ്ങനെ ഒന്ന് ക്രിസ്പായാൽ ഇതിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി കൊണ്ടുള്ള മുട്ട പപ്സാണത്. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പപ്സ് തയ്യാറായിട്ടുണ്ട്, ആട്ട പപ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.